ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നല്ല ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ നയന കൊച്ചുമായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു ഇത് കാണുകയും ചെയ്യാം. എന്താണെന്ന് ആദർശ് ചോദിക്കുമ്പം ഞാനേ മോളുടെ മുറി അങ്ങ് മാറ്റി എന്ന് നയന പറയാം. അപ്പോൾ ആദർശ് ചാടി അങ്ങ് എഴുന്നേറ്റു. നയനയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയേ മുത്തശ്ശിക്കൊപ്പം കിടക്കുന്നില്ല, ഈ മുറിയിലായിരിക്കും മോള് കിടക്കുന്നതെന്ന് നയന പറയുമ്പോൾ ആദർശിന് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വെറുതെ വേണ്ടാന്നൊന്നും ആദർശേട്ടൻ പറയാൻ നിൽക്കണ്ട കേട്ടോ. ആദർശേട്ടാ, എൻ്റെ തീരുമാനം മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് ആദർശ്. പറഞ്ഞാലും രക്ഷയൊന്നും ഇല്ല എന്ന് നയന. ഇതൊക്കെ അപ്പുറം അവിടെ നിന്ന് നമ്മുടെ ജലജത്തമ്പരായിട്ട് കണ്ടുകൊണ്ടും കേട്ടോണ്ടും നിൽക്കുക. അപ്പം ഞാൻ ഡോറ് ലോക്ക് ചെയ്യാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് നയന ഡോറും ലോക്ക് ചെയ്തു. അപ്പം നയന ഡോറ് ലോക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ആശാത്തി അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ മോള് പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. അതെ, മോളെന്തിനാ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നേ? ഇതേ അത്ര വലിയ ഭീകര ജീവിയൊന്നുമല്ല, മോളുടെ അച്ഛനാണെന്ന് നയന പറയുമ്പോൾ കൊച്ചിങ്ങനെ നോക്കുക കേട്ടോ ആദർശനാണെങ്കിൽ അങ്ങ് പിടിക്കുന്നുമില്ല. അപ്പോൾ ആദർശേട്ടാ, മോളെ നടുക്ക് എടുത്തിട്ടേന്ന് ചോദിച്ചു. അതെന്താ സൈഡിലൊന്നും കിടക്കില്ലേ? അയ്യോ, സൈഡിൽ കിടന്നാൽ ചിലപ്പോൾ വീണാലോ, അതിന് ഒരു പില്ലോ വെച്ച് കൊടുത്താൽ പോരെന്ന് ചോദിച്ചു. നടുക്ക് കിടത്തുന്നത് കൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് നയന. വാ മോളെ എന്ന് പറഞ്ഞ് നയന കൊച്ചിനെ പിടിച്ച് അടുത്ത് നടുക്കും കിടത്തി. അങ്ങനെ നടുക്ക് കുഞ്ഞ് കിടക്കുന്ന ഈ ഒരു സമയത്ത് കൊച്ചു പേടിച്ച് വരച്ച് നയനയുടെ കൂടെ കിടക്കുക. മോള് പേടിക്കണ്ട കേട്ടോ, മോളുടെ അച്ഛൻ തന്നെയാണേ എന്നൊക്കെ നയന പറഞ്ഞു. ഉള്ളിൽ മോളോട് ഒരുപാട് ഇഷ്ടമുണ്ട്, ആരും കാണാതെ മോളെ സ്നേഹിക്കും, എന്നിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം കുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ നയന ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ഇനി മുതലേ ഇതാ മോളുടെ മുറി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നയന കൊച്ചിനോട് പറയുമ്പം ആദർശനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്നെ വല്ലാണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഗൗരവക്കാരനായ അച്ഛനെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ എന്നൊക്കെ നയന കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നയനമ്മ താഴെ പായിട്ടും ഈ അച്ഛനെ ബെഡിലോ കിടന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ പുഷ്പം പോലെ ഈ അമ്മ മാറ്റിയെടുത്ത് പിന്നെയല്ലേ ബാക്കി. മോൾ വിഷമിക്കേണ്ട, മോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞു നയന കൊച്ചിനെ കിടത്തി ഉറക്കി. അത് കഴിഞ്ഞ് ദേവയാനി ഫോണിൽ വിളിച്ച് സംസാരിക്കാം. എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, പിന്നെ അങ്ങനെ ഓടി നടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ താൻ തന്നെ അങ്ങ് ഏറ്റെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. ശരിയടോ, ഞാൻ നാളെ വിളിച്ചോളാം എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ WCCൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് ഗ്രേസിയെ വിളിച്ചതെന്ന് ജലജ വന്നപ്പോൾ നയന ദേവയാനി പറയുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം അവർക്കൊക്കെ അറിയാവോ എന്ന് ജലജ ചോദിച്ചു. ഇതുവരെ ഒന്നും അറിയില്ല എന്ന് നയന ദേവയാനി പറഞ്ഞേ. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും അവരുടെയൊക്കെ ചർച്ച. ആൾക്കാർക്ക് നമ്മളെയൊക്കെ കൊച്ചാക്കാൻ ഒരു കാരണം കിട്ടിയല്ലോ എന്നൊക്കെ ജലജ ദേവയാനിയോട് തട്ടി വിടുക. അപ്പോൾ അതെ, എത്രയും ദിവസം അവൾ കിടന്നിരുന്നതേ അമ്മയ്ക്കും അച്ഛനും ഒപ്പമാണെന്നും പിന്നെ ഇപ്പോഴേ അതിനൊരു മാറ്റമൊക്കെ വന്നിരിക്കുക, അകത്ത് കയറി അവളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെ കയറിയെന്ന്? ആദർശിൻ്റെ മുറിക്കകത്ത് കയറിയെന്ന്. അത് കേട്ടപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. ഏട്ടത്തിയുടെ മരുമകൾ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞു. നയന എല്ലാ അർത്ഥത്തിലും അവളുടെ അമ്മയായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണുണ്ട്. ഇനി ആദർശിന് പേടിക്കാനും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ അച്ഛൻ്റെ സ്ഥാനം നിലനിർത്തി പോയിക്കോട്ടെ. അപ്പോൾ എല്ലാം അച്ഛൻ്റെ ഓർഡറാണെന്നും അച്ഛനും അമ്മയായിരിക്കും പറയുന്നത് മോളെ കൂട്ടിക്കൊണ്ട് പോകാനെന്ന് ദേവയാനി പറയുമ്പോൾ അവരങ്ങനെയൊന്നും പറയത്തില്ല, ഇത് ഏട്ടത്തിയുടെ മരുമകളുടെ അഹങ്കാരമാണെന്ന് ജലജ ദേവയാനിയോട് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഏട്ടത്തിയോട് പറയുക, ഒരു തീക്കൊള്ളിയാണ് നമ്മൾ കുടുംബത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് മറക്കരുത്. ആ കൊച്ചിൻ്റെ ബന്ധുക്കളൊക്കെ ക്രിമിനലുകളാണോ എന്നൊക്കെ ആർക്കറിയാം? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയതൊന്നുമില്ല. ചന്തുമോളുടെ മുഖത്തൊരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടെന്ന് ദേവയാനി പറയുമ്പം എന്നാൽ പിന്നെ ഏട്ടത്തിക്ക് അങ്ങ് സ്നേഹിച്ചുകൂടായിരുന്നു, എന്തിനാ മാറ്റി നിർത്തിയതെന്നൊക്കെ ചോദിക്കാം. അപ്പം ഞാൻ സ്നേഹിച്ചതായിരുന്നല്ലോ, ആ സ്വഭാവത്തിന് മാറ്റം വരുത്തിയതേ എൻ്റെ മകൻ തന്നെയാണെന്ന് പറയുമ്പോൾ പറഞ്ഞു നിൽക്കുക ജലജ. ഏട്ടത്തി, ഒരു 6-7 വർഷം മുൻപ് ആദർശ് മിക്ക ദിവസങ്ങളിലും വൈകിയായിരുന്നു വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അന്നൊക്കെ ആയിരിക്കും ഈ ചന്തമോളുടെ അമ്മയുമായിട്ട് അവന് ബന്ധം തുടങ്ങിയതെന്നൊക്കെ ജലജ പറയുമ്പോൾ അവനെ അന്നത്തെ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണമാണ് വരാൻ വൈകിക്കൊണ്ടിരുന്നത്. അവനെ ആ സമയത്താണ് അച്ഛൻ ജ്വല്ലറിയുടെ ചുമതലയും കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. അന്നവന് മുത്തശ്ശനേക്കാൾ നന്നായി ജ്വല്ലറി കൊണ്ടുപോകണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്യുകയായിരുന്നു. അതിൻ്റെ റിസൾട്ട് നിങ്ങളൊക്കെ കണ്ടതല്ലേന്നും. അതുകൊണ്ട് അന്ന് അവൻ പ്രേമിച്ചു നടന്നു എന്നൊന്നും നീ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ദേവയാനി. പിന്നെ എപ്പോഴാ ചന്തമോളുടെ അമ്മയെ അവൻ പ്രേമിച്ചത്, വലയിലാക്കിയത്? എടി, നീയൊക്കെ അത് അവനോട് പോയി ചോദിക്കടി, അതെന്തിനാ എന്നോട് നീയൊക്കെ ചോദിക്കുന്നേ? എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമുള്ള കാര്യമല്ല.
എന്നാൽ പിന്നെ ആ കൊച്ചിവിടെ നിന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്ത പല വാർത്തകളും ഇനിയും ഏട്ടത്ത് കേൾക്കേണ്ടി വരും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോയി ദേവയാനി അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അബിയും അബിയുടെ ഗുണ്ടകളും തമ്മിൽ സംസാരിക്കുക. ഒരു DNA ടെസ്റ്റിലൂടെ എല്ലാ സത്യങ്ങളും പുറത്തു വരാവുന്നതേ ഉള്ളൂ, ഇന്നത്തെ കാലത്ത് അതൊക്കെ നിസ്സാരമായി സാധിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓരോ നിമിഷവും അതേപ്പറ്റി ആലോചിച്ച് ഒരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ട് എനിക്കെന്നൊക്കെ അബിമാരോട് പറഞ്ഞു. പക്ഷേ ആരും ഇതുവരെ അതിന് തുനിഞ്ഞിറങ്ങിയിട്ടില്ലെന്ന് പറയുമ്പോൾ അത് ശരിയാ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് സാറിൻ്റെ ഏട്ടൻ്റെ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നൊക്കെ അവന്മാർ പറയുന്നു. ചന്തുമോളിപ്പോൾ എൻ്റെ ആദർശേട്ടൻ്റെ ഭാര്യയ്ക്കും വീട്ടിലുള്ള മറ്റു ചിലർക്കും ഭയങ്കര ഇഷ്ടമാണെന്നും അതുകൊണ്ട് DNA ടെസ്റ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അബി പറഞ്ഞു. എങ്കിലും സാറിൻ്റെ ഏട്ടനെ കൂടുതൽ ബ്ലാക്ക് മെയിലൊന്നും ചെയ്യണ്ട എന്ന് ഇവന്മാർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാഹചര്യം കൂടുതൽ മറിയാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നൊന്നും വരത്തില്ല. അപ്പം അല്ലെങ്കിലും ഇനി ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല, സംഗതി പൊട്ടിച്ചില്ലേ. പിന്നെ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുത്തില്ലേ എന്ന് പറയുമ്പം അവരങ്ങേരുടെ കൂടെ നിൽക്കുന്നതാണ് അയാളുടെ ബലം. അത് പിന്നെ പറയാനുണ്ടോടാ? സ്വന്തം ഭർത്താവ് വഴിപഴിച്ചു പോയി എന്നറിഞ്ഞിട്ടും അവർക്കൊരു ദുഃഖവും ഇല്ല. അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പം എന്തായാലും സാറ് പ്രതിയാണെന്ന് ആരും അറിയാൻ പാടില്ല, അറിഞ്ഞാൽ പിന്നെ സാറിന് നിലനിൽപ്പില്ലെന്ന് സാർ ഓർക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എല്ലാവർക്കും വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാനും പോകുന്നതാണ് നല്ലതെന്ന് അബി അങ്ങ് പറഞ്ഞു. അങ്ങനെ അനന്തപുരിക്ക് ഒന്നടങ്കം വിഷം കൊടുക്കാൻ ഒരുങ്ങുകയാണ് ദേ നമ്മുടെ അബി. അപ്പോൾ അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങി പോകേണ്ടി വരുമെന്നും പറഞ്ഞു. അപ്പോൾ സ്വത്തുമില്ല, പണമില്ല, ഒന്നുമില്ല. കള്ളക്കളി പൊളിഞ്ഞു കഴിഞ്ഞാൽ പണി പാളും എന്നറിയാവുന്നത് കൊണ്ട് അപ്പോൾ ചിലപ്പോൾ എൻ്റെ അമ്മയെപ്പോലെ ഒരു പുറത്താക്കാനുള്ള വഴികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോളെന്ന് പറയുന്നവളെ അവിടെ വളർത്തുകയും ചെയ്യും. അതാണ് ചിലപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്നവളെ കൂട്ടിക്കൊണ്ട് പോകാനും വഴിയുണ്ട്. അതാണ് അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അബി പറഞ്ഞു. അങ്ങനെ ഒരു കാരണവർ ജീവിച്ചിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്നാൽ ഒരു വലിയ രോഗം വന്നു, എന്നിട്ടും അയാൾ പോകുന്നില്ല. ഇപ്പോൾ ഒരു കുടുംബത്തിലും ഇല്ലല്ലോ ഇതുപോലെയുള്ള കാരണവന്മാരെന്നൊക്കെ ഇവന്മാരിങ്ങനെ ചോദിക്കുമ്പം, പക്ഷെ ഞങ്ങളുടെ തറവാട്ടിലെ ഉണ്ടായിപ്പോയി. ഇന്നും അങ്ങേര് കൈ നിവർത്തി ഒന്ന് തന്നു കഴിഞ്ഞാലേ പിന്നെ ഞാൻ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് ആരോഗ്യം അങ്ങേർക്ക്. അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങേരുടെ പിൻഗാമിയായിട്ട് മൂർത്തീസ് ജ്വല്ലറി ഭരിക്കാൻ വന്നവൻ്റെ മേൽ ഇങ്ങനൊരു ചെളി തെറിപ്പിക്കാൻ പറ്റിയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്ന് ഈ അബി ഇവന്മാരോട് പറയുന്നു. അവനെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ചിലരെങ്കിലും ഇപ്പം അവനെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യ. അതൊരു വലിയ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ജ്യൂസും കുടിച്ചുകൊണ്ട് ചേട്ടൻ അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നയന കൊച്ചിൻ്റെ മുടിയൊക്കെ ചീക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജലജ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നൂലുകെട്ടിന് പോകുന്ന കാര്യങ്ങൾ വന്ന് ജലജ ചോദിച്ചു. അപ്പോൾ ജലജയാണെങ്കിൽ ഇവളെയും കൊണ്ടുപോകുകയാണോ എന്ന് ചോദിച്ചു. ഇവളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളാരും വരുന്നില്ല എന്ന് ജലജ പറയാം. അത് കേട്ടോണ്ടാണ് മുത്തശ്ശി വരുന്നത്. എന്താ ഇവിടെ ഒരു തർക്കം എന്നും ചോദിച്ച്. ഇവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവളെവിടെ നിന്ന് വന്നു, എന്തിനു വന്നെന്നൊക്കെ പറയണ്ടേ എന്നൊക്കെ ജലജ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ കൊച്ചിങ്ങനെ നയനയെ നോക്കണു. നയനയ്ക്ക് ആകെ വിഷമമായി. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ മഹത്വം അവിടെ വിളമ്പേണ്ടി വരില്ലേ എന്നൊക്കെ ജലജ ചോദിക്കും കേട്ടോ. ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്ന നയന. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഉത്തമ പുരുഷനാണല്ലോ അമ്മയുടെ മൂത്ത കൊച്ചുമോൻ എന്ന് പറയുമ്പം, അതെ ഞാനും അദ്ദേഹവും പോകുന്നില്ല, ഞങ്ങൾ മോളെ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വരാനായിട്ട് പറയുമ്പം അത് മോൾക്ക് വിഷമാവത്തില്ലേ എന്ന് ചോദിച്ചു. അതായത് മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്നതിൽ നിനക്കൊരു ചുക്കും ഇല്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേടി എന്ന് ജലജ ചോദിക്കുമ്പം, എപ്പോഴാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം അറിയണ്ടേന്ന് ചോദിച്ചു നയന. മോളെ എപ്പോഴാണെങ്കിലും മോളുടെ അച്ഛനും അമ്മയും എല്ലാം അറിയും. അത് ഇതുപോലൊരു നല്ല ദിവസം എന്തിനാ അറിയിക്കുന്നത്? മോളുടെ അച്ഛന് ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചത്താലുവേ എവിടുന്നോ കയറി വന്നവള് സന്തോഷിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഇവൾക്ക്. ഇവൾ അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അപ്പം നീ ഒന്ന് നിർത്തണ്ട ജലജേ, നീ എന്നത് ഈ പറയണത്? ഇതുപോലെ വൃത്തികെട്ട നാവുള്ള ഒരുത്തി ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കെല്ലാവർക്കും അത് വൃത്തികേടാണല്ലോ. ഇപ്പൊ കൊച്ചുമോൻ വൃത്തികേടിന്റെ തമ്പുരാനായിരിക്കുകയാണല്ലോ, അതിനൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. എന്നിട്ടും അവനാണിപ്പോഴും കമ്പനിയുടെ MD എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ജലജ കിട്ടിയ അവസരം മുതലെടുക്കുക. എൻ്റെ മോനെന്താ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവനെ തരം താഴ്ത്തിയില്ലേ. ഇടയ്ക്ക് അവന് സ്ഥാനക്കയറ്റം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം മുത്തശ്ശനെ ആൾക്കാരെ തിരിച്ചറിയാം. അതുകൊണ്ട് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന തീരുമാനം മുത്തശ്ശന് എടുത്തോളൂ എന്ന് നയന പറയുമ്പം എടുക്കുന്നുണ്ട്. ഇപ്പം കൊച്ചുമോനെ മാത്രമല്ല, കൊച്ചുമോൻ്റെ കുഞ്ഞിനെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ജീവനാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ.
കണ്ടില്ലേ, എൻ്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടിന് പോലും രണ്ടുപേരും വരുന്നില്ല ഇവൾക്ക് വേണ്ടി. ദേ, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ ജലജെ. നീ നിന്റെ കൊച്ചുമൻ്റെ നൂലുകെട്ടിന് പോകുന്നത് നല്ല മനസ്സോടെ അല്ല. എന്നാൽ ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതേ എപ്പോഴും മനസ്സറിഞ്ഞ് തന്നെയാണെന്നും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. ഇതേ പ്രായത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ ഇതുപോലുള്ള വാക്കുകൾ പറയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും അത് തന്നെയാണ് നയനമോൾ ഇപ്പം ചെയ്യുന്നതെന്നും ഒരു പിഞ്ചു കുഞ്ഞിനെ വേദനിപ്പിക്കരുതെന്ന് മോൾക്ക് നല്ല നിശ്ചയമുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പം, ഓ എന്ത് പറഞ്ഞാലും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കഥ പറഞ്ഞ് എൻ്റെ വായ അടപ്പിച്ചോളൂല്ലോ. അത് സത്യമല്ലേ? നീ ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിച്ചത് ഈ തറവാട്ടിലേക്ക് വന്നതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. എന്നാൽ പിന്നെ ഈ നാട്ടിൽ ഒരുപാട് അനാഥ കുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് അവിടെ നിന്ന് പോയി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ടിട്ട് ഇപ്പം ചന്തമോൾക്ക് മോള് കൊടുക്കുന്ന സ്നേഹം അതില്ലാണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാലോ മുത്തശ്ശി. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ മോള് വിഷമിക്കുന്നുണ്ട്. അതാ എൻ്റെ ഒരു സങ്കടം. അപ്പം മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ഇന്ന് നൈനാമ്മ വരുന്നത് വരെ മോൾക്ക് മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ തലയാട്ടി. അപ്പം മോൾ പെട്ടെന്ന് റെഡിയായി പോകാൻ നോക്കാൻ പറഞ്ഞാൽ റെഡിയായി മുത്തശ്ശി. ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പോയി കൊച്ചിനെയും വിളിച്ചുകൊണ്ട് ദേവയാനി മുത്തശ്ശി അങ്ങ് പോകുമ്പോൾ നയന പോകുന്ന ദേവയാനിയുടെ അരികിലേക്കാണ്. അപ്പോൾ ദേവയാനി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നയന മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. അമ്മേ, ചന്തുമോളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ മോളെ ഒരുക്കിയതാ. അപ്പം മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നില്ല, മോളെ കൊണ്ടുപോകണ്ടാന്ന്. അപ്പോഴേക്കും നമ്മുടെ ദേവയാനിക്ക് സന്തോഷമായി. അതേതായാലും നന്നായി, കൊണ്ടുപോയി കഴിഞ്ഞാലേ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരില്ലേ എന്ന് ദേവയാനി ചോദിക്കുക നയനയോട്. അപ്പോൾ നയന ഇങ്ങനെ അതുകൊണ്ട് തന്നെയാ കൊണ്ടുപോകണ്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞതെന്ന് പറഞ്ഞു. ദേവയാനിക്ക് പ്രത്യേകിച്ച് വികാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എന്താണെന്നുള്ളത് ചോദിക്കുക. ആ കുഞ്ഞൊരു പാവമല്ലേ അമ്മേ എന്നതേ നയന വീണ്ടും ചോദിക്കുക. പിന്നെ അമ്മയ്ക്ക് മോളെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ. എന്തിനാ അവളെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ മുഖം തിരിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. കുഞ്ഞിനോട് മാത്രമല്ല അതിൻ്റെ അച്ഛനോടും ഞാനിപ്പോൾ മുഖം തിരിച്ച് തന്നെയാണ് നടക്കുന്നതും മിണ്ടുന്നൊന്നും ഇല്ലല്ലോ. അതിന് ആദർശേട്ടന് നല്ല വിഷമമുണ്ട് അമ്മയെന്ന് നയന പറയുമ്പോൾ അവൻ വിഷമിക്കട്ടെ, പിന്നെ അതിനേക്കാളുവേ അവൻ എന്നെയാണ് വിഷമിപ്പിച്ചിരിക്കുന്നത്. ഈ വീട്ടിലുള്ളവരെ നാണം കെടുത്തിയില്ലേ എന്ന് ദേവയാനി നയനയോട് ചോദിച്ചു. അപ്പോൾ ഇക്കാര്യത്തിൽ അമ്മയെക്കാളും കൂടുതൽ ആദർശേട്ടനെ കുറ്റപ്പെടുത്തേണ്ടതും വിമർശിക്കേണ്ടതും ഒക്കെ ഞാനല്ലേ അമ്മേ. പിന്നെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് നയന ചോദിക്കുമ്പം അത് തന്നെയാ മോളെ എൻ്റെയും പരാതി. നിനക്കൊരു കുഴപ്പമില്ല, മോളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ദേവയാനി നയനോട് ചോദിച്ചു. ഈ ഒരു സമയത്ത് സാധാരണ പെൺകുട്ടികൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് പോലെയല്ല മോള് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ എനിക്ക് അറിയില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു. അമ്മേ, ഞാനും കൂടി ആദർശേട്ടനെ തള്ളി പറഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അമ്മേ. തെറ്റിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നും അല്ലല്ലോ മുത്തശ്ശൻ. എന്നിട്ടും ആ മുത്തശ്ശൻ പോലും ഇവിടെ ആദർശേട്ടനൊപ്പം നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു. ചന്തമോളെ സ്നേഹിക്കണമെന്ന് എല്ലാവരോടും പറയുകയല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആദർശനും അവൻ്റെ മുത്തശ്ശനും ഒക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. പിന്നെ മോൾക്ക് നാളെ ഒരു കുഞ്ഞു ജനിക്കും. അപ്പോഴാ ഈ ചന്തുമോൾ ഒരു അധികപ്പറ്റാണെന്ന് മോൾക്ക് തോന്നി തുടങ്ങുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ എനിക്കങ്ങനെ ഒരിക്കലും തോന്നില്ല അമ്മയെന്ന് നയന പറഞ്ഞു. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച ഞങ്ങളുടെ മൂത്ത കുഞ്ഞായിട്ട് ചന്തുമോളെ കാണാനാ എനിക്കിഷ്ടമെന്ന് നയന ദേവയാനിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് അങ്ങ് വല്ലാണ്ടായി. ഇത്രയും നാള് ആദർശനെ സ്നേഹിച്ച മോളുടെ അച്ഛനും അമ്മയും ഈ സംഭവം അറിയുന്ന നിമിഷം മുതൽ അവനെ വെറുത്തു തുടങ്ങുന്ന കാര്യങ്ങൾ ദേവയാനി പറഞ്ഞു കൊടുത്തു. പിന്നെ അവനിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം കേട്ടോ. പിന്നെ ചന്തുമോൾ അവൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല മോളെ. നിനക്കറിയാവോ എൻ്റെ മാനസികാവസ്ഥ? നിനക്കറിയാവോ? അബിക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആദർശിൽ നിന്നും അനിയിൽ നിന്നും ഈ തറവാട്ടിലുള്ളവർ പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയെയും ഞാൻ ഈ വീട്ടിലേക്ക് തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ട് വന്നേനെന്ന കാര്യങ്ങളും ദേവയാനി പറയാം. ഈ വീട്ടിലെ അംഗങ്ങളും ആക്കിയേനെ. പിന്നീട് ഒരിക്കലും അവന് വേറൊരു പെണ്ണിനെ ഞാൻ ആലോചിക്കുക കൂടി ഇല്ലായിരുന്നു എന്നും ദേവയാനി പറയാം. ഇതിപ്പോൾ ആ കുഞ്ഞിനെയും മോളെയും എല്ലാവരെയും ആ വഞ്ചിക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ നയന ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഞാൻ ചന്തുമോളെ സ്നേഹിച്ചാലും എനിക്കിനി എൻ്റെ മോനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി. നയനാകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ, അതായത് നയനയുടെ വീട്ടിൽ കനകവും ഗോവിന്ദേട്ടനും കൂടെ നല്ല തിരക്കില്ല. എല്ലാവരും കൂടെ വരുമല്ലോ കൊച്ചിൻ്റെ നൂലുകെട്ടിന്. അപ്പം എല്ലാവരും കൂടെ വരുമ്പം ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. ഗോവിന്ദേട്ടന് കാപ്പിയൊക്കെ കൊടുത്ത്
ചായ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സഹായത്തിന് ആരെങ്കിലൊക്കെ ഒന്ന് വിളിക്കായിരുന്നു എന്ന് കനകം പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു നമുക്കൊരു സഹായമായിരുന്നു എന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു ഗോവിന്ദേട്ടാ. ഇന്ന് ആദർശമോനൊപ്പം മോള് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദു ഇല്ലാത്തത് വലിയ നഷ്ടം തന്നെയാണ് കനകെ. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലേ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ പോകുമായിരുന്നു എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. അത് സത്യ. ഇന്നലെ രാത്രി അവള് നമ്മളെ വിളിച്ചിട്ട് അത് തന്നെയല്ലേ പറഞ്ഞത്. പാവം, ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ അവൾക്ക് വലിയ വിഷമമായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയാലേ അവൾക്ക് പിന്നെ ഇവിടെ നടക്കുന്ന ചടങ്ങുകൾക്കൊന്നും വരാൻ പറ്റണമെന്നില്ല, കാണണമെന്നുമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വേർപാടുകളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അത് പിന്നെ ഗോവിന്ദേട്ടാ, നൂലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസമൊന്നും നവ്യമോൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവൾ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് തച്ചിനിരുന്ന് ആരെയോ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ജലജ ഓടി വരും. എടാ ഇന്ന് നൂലുകെട്ടായി, കൊച്ചിൻ്റെ നൂലുകെട്ടായതുകൊണ്ട് വേണമെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ ബോംബങ്ങ് പൊട്ടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ വെറുതെ അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത്, എല്ലാവരും അറിഞ്ഞെന്ന് കരുതി നമുക്കൊരു പ്രയോജനം ഇല്ല അമ്മയെന്നും നവ്യയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പിന്നെ അവരുടെ അച്ഛനും അമ്മയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയെന്നും അഭി ജലജയോട് പറയാം. എന്തായാലും നമുക്കൊപ്പം അവരിങ്ങോട്ടേക്ക് വരുമല്ലോ. അന്ന് ഈ പറയുന്ന ചന്തുമോളെ അവരും കാണുമല്ലോ. ആ നേരത്ത് അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവരോട് പറയേണ്ടി വരുമെന്നേ. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്നാലും എനിക്കത് പറയാതെ എന്നിട്ട് ആകെ ശ്വാസം മുട്ടലാടാ. അമ്മ ഞാനത് പറയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ നയനപ്പിശാശ് എല്ലാം കൂടെ തുറന്നടിച്ചത്. അതിനുശേഷം കാലണ എനിക്ക് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ കയ്യിലൊരു ബോംബ് ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാതിരിക്കുന്നതാണ് നമ്മുടെ മിടുക്കെന്ന് അഭി പറഞ്ഞു കൊടുക്കുക അമ്മയോട്. പറയും എന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കണം, പക്ഷേ പറയരുത്. എങ്ങനെയുണ്ട്? എന്നാലും നവ്യയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇരിക്കത്തില്ലടാ. അവളിപ്പോൾ അവളുടെ അച്ഛനോടും അമ്മയോടും പറയേണ്ടതാണല്ലോ എന്നിങ്ങനെ ജലജ ചോദിക്കുമ്പോൾ അവളെന്തായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് അഭി പറഞ്ഞു. സ്വന്തം അച്ഛനും അമ്മയല്ലേ, അവരെ വിഷമിപ്പിക്കാൻ എന്തായാലും അവൾക്ക് താല്പര്യമൊന്നും കാണത്തില്ലായിരിക്കും എന്ന് ജലജ. എന്തായാലും അവിടെയും ഇവിടെയും തൊടാതെ ഇന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാമേ എന്നും പറഞ്ഞ് അഭി അമ്മയുമായിട്ട് പുതിയ പ്ലാൻ ഒരുക്കുക. ഭാര്യ വീട്ടുകാർക്ക് ആദർശ ഒരു സ്വഭാവി സൽഗുണ സമ്പന്നനാണല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും ഇപ്പം എല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടിനി അവൾ അവനെ പുകഴ്ത്തി പറയില്ല എന്നും നമ്മുടെ അഭി ഇങ്ങനെ ജലജയോട് പറഞ്ഞു. ഇപ്പോൾ അവനേക്കാളും ഒരുപാട് മുകളിലാണ് അവനുടെ മനസ്സിൽ ഞാൻ. അതും പറഞ്ഞ് അഭി അങ്ങ് പോയി. നമ്മുടെ ജലജ ഇങ്ങനെ കിട്ടിയതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.